കഴിഞ്ഞ ദിവസം ഹമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട 3 ബന്ദികളുടെ മടങ്ങിവരവിനെ സ്വാഗതം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. 3 പേരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള തന്റെ നിലപാടും അദ്ദേഹം വ്യക്തമാക്കി. വൈകാരികമായ പ്രതികരണമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. താനും തന്റെ ഭാര്യയായ സാറ നെതന്യാഹുവും മോചിപ്പിക്കപ്പെട്ട ബന്ദികളെയും അവരുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെയും ആശ്ലേഷിക്കുന്നുവെന്നും കഴിഞ്ഞ ദിവസം ഹമാസ് പിടിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട ബെൻ ആമി, ഷറാബി, ലെവി എന്നിവരുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പരാമർശിക്കുകയുണ്ടായി. ഹമാസ് രാക്ഷസന്മാർ എന്താണെന്ന് ഒരിക്കൽ കൂടി എല്ലാവരും കണ്ടു. ഇസ്രായേൽ പൗരന്മാരെ കൂട്ടക്കൊല ചെയ്തതും ബന്ദികളെ അധിക്ഷേപിച്ചതും ഈ രാക്ഷസന്മാരാണ്. നിരപരാധികളായ ഇസ്രായേൽ പൗരന്മാരുടെ നിഷ്കളങ്കമായ രക്തം ഹമാസിന്റെ തലയിലുണ്ടെന്നും ബെഞ്ചമിൻ നെതന്യാഹു മുന്നറിയിപ്പ് നൽകുന്നു. אלי ואוהד חזרו היום הביתה. שרה ואני מחבקים אותם ואת המשפחות היקרות שלהם. שוב ראינו מה זה מפלצות החמאס. זה אותן מפלצות שטבחו באזרחינו והתעללו בחטופינו, ואני אומר להם שוב, דמם בראשם. ബന്ദികളെ തിരിച്ചയക്കാനും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ താൻ എല്ലാം ചെയ്യുമെന്നും പ്രധാനമന്ത്രി ആവർത്തിച്ചു. ഈ നിർദ്ദേശം സമാധാന ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രതിനിധി സംഘത്തിന് നൽകിയതായും ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ നിലപാടുകളോട് പൂർണ്ണമായും യോജിക്കുന്നുവെന്നും ബന്ദികളെ തിരിച്ചു കൊണ്ടുവരുവാനും ഹമാസിനെ ഇല്ലായ്മ ചെയ്യുമെന്നും ഗാസയിൽ ഇനി ഹമാസ് ഉണ്ടാകില്ല എന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി തന്റെ സന്ദേശത്തിൽ ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.